പലപ്പോഴും നിങ്ങളുടെ സ്പീച്ച് തെറപ്പിസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അതായത് നിങ്ങൾ കുട്ടിയുടെ കൂടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണം, അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ പല പേരൻസിനും ഇത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരിക്കും. അപ്പം ഈ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈം എങ്ങനെ ഒരു ക്വാളിറ്റി ടൈം ആക്കാം എന്നതിന് കുറച്ച് ടിപ്സാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഓൾവേസ് ഫോളോ യുവർ ചൈൽഡ്സ് ലീഡ്. അതായത് കുട്ടി എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ആക്ടിവിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് കുട്ടി ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു, അതായത് അവരൊരു ആക്ടിവിറ്റി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് റീഡയറക്റ്റ് ചെയ്യാതെ നിങ്ങളും കുട്ടിയുടെ കൂടെ ഇൻറ്ററാക്ട് ചെയ്ത് ആ ആക്ടിവിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ചെയ്യുന്നത് വഴി കുട്ടിക്ക് ആ ആക്ടിവിറ്റിയോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടാനും കൂടുതൽ സമയം ആ ആക്ടിവിറ്റിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടിയോട് കൂടുതൽ പുതിയ പുതിയ വേർഡ്സ് ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ വേർഡ്സ് കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി നറേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. ഇതുവഴി കുട്ടി പുതിയ പുതിയ കുറേ വേർഡ്സ് പഠിക്കുകയും അത് അവരുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട്, കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഐ ലെവലിൽ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്ലോർ ടൈം ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് നിങ്ങൾ സംസാരിക്കുന്ന രീതി കണ്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ ഇമോഷൻസും ഫേഷ്യൽ എക്സ്പ്രഷൻസും കണ്ടിട്ട് അവർക്കത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് പറയാനും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും.